പാസ്റ്റർ ഭക്തവത്സലൻ. തുമ്പങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഇമ്പങ്ങളുടെ ലോകത്തേക്ക് നമ്മെ വിട്ട് കടന്നുപോയ ക്രൈസ്തവ സംഗീത ലോകത്തിന്റെ കാരണം ഭക്തസംഗീതത്തിന്റെ കുലപതി മലയാളികളുടെ ഭക്തച്ചായൻ എന്ന വിളിപ്പേരുള്ള പാസ്റ്റർ ഭക്തവത്സലന്റെ മാഞ്ഞുപോകാത്ത അനശ്വര വരികൾക്കും ഓർമ്മകൾക്കും മുൻപിൽ പ്രാർത്ഥനയോടെ ഈ ഡോക്യുമെന്ററി നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ. ഉദയഗീതം. നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. 1949 ജൂൺ മാസം 6-ാം തീയതി പുലിമുഖത്ത് മത്തായി ഏലിയാമ്മ ദമ്പതികളുടെ മൂത്ത മകനായി ജനിക്കുവാനുള്ള ഭാഗ്യം ദൈവം തനിക്ക് നൽകി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 50 വർഷക്കാലം സംഗീത ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ഒക്കെ ലഭിച്ചതായ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ അനേക ഗാനങ്ങൾ രചിക്കുവാനും സംഗീതം നൽകുവാനും പാടുവാനും എല്ലാം എനിക്ക് ഭാഗ്യം ലഭിച്ചു. തന്റെ യൗവനകാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു കലാകാരനാവുക എന്നുള്ളത്. അതിനായി പല നാടകവേദികളിലും ഗാനമേള ട്രൂപ്പുകളിലുമൊക്കെ പാടുവാനും അഭിനയിക്കുവാനും തനിക്കിടയായി. അതിൽ തന്റെ വീടിന് സമീപമുള്ള വായനശാലയിലെ ഗാനങ്ങൾ തന്റെ സംഗീത ജീവിതത്തിന്റെ ആദ്യ ചുവടുകൾക്ക് ഒരു പരിധിവരെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ തൃശൂരിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടുവാനുള്ള സെലക്ഷൻ തന്നെ തേടിയത്. പ്രേക്ഷകരുടെ തുടർമാനമായുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് രാവിലെ 6 മുതൽ 6:30 വരെയുള്ള സമയം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉദയഗീതം എന്ന പേരിൽ ആരംഭിച്ച ക്രിസ്തീയ ഗാന കൈരളി തന്നെ സംഗീത ലോകത്തെ പ്രശസ്തനാക്കി. എന്നാൽ തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അതൊന്നുമല്ലായിരുന്നു. 1971 ഏപ്രിൽ മാസം 14-ാം തീയതി വളരെ പേരുകേട്ട ഒരു ക്ഷേത്ര ഗ്രൗണ്ടിൽ നടന്ന നാടകത്തിൽ അരങ്ങ് തകർക്കുമ്പോൾ അതിനടുത്ത് നടന്ന കൺവെൻഷൻ വേദിയിൽ തന്റെ പിതാവ് പാസ്റ്റർ മത്തായിയുടെ അതിശക്തമായ ദൈവവചന പ്രഘോഷണം നാടകവേദിയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന തന്റെ കാതുകളിൽ ചാട്ടുളി പോലെ പാഞ്ഞെത്തി. അപ്പോൾ തന്റെ ഹൃദയത്തിൽ കുറ്റബോധത്തിന്റെ വിത്തുകൾ കിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ അന്നു രാത്രി ലോകപ്രകാരമുള്ള എല്ലാ കലാവേദികളും വിട്ട് ദൈവത്തിനു വേണ്ടി താൻ സ്വയം സമർപ്പിച്ചു. തന്റെ ജീവിതയാത്രയിൽ ഏകദേശം 300-ൽ പരം ഗാനങ്ങൾക്ക് സംഗീതം നൽകുവാൻ ദൈവം തന്നെ ഇടയാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകൾ പാടുവാൻ എനിക്കില്ലിനി ശബ്ദം, നിശയുടെ നിശബ്ദതയിൽ, സർവേശ്വര നിൻ സാമീപ്യ ലഹരിയിൽ, മനസ്സലിവിൻ മഹാദൈവമേ എനിക്കൊരു തുണ നീയേ, പ്രിയനെ എനിക്കൊരു തുണ നീയേ. അങ്ങനെ അനേകം ഗാനങ്ങൾ രചിക്കുവാനും സംഗീതം നൽകുവാനും തന്നെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. തന്റെ ഗാനരചനകളുടെ തുടക്ക സമയങ്ങളിൽ നാനാജാതി മതക്കാർക്കും വേണ്ടി താൻ എഴുതിയ മനുജ നീ മറക്കരുതേ എന്ന അർത്ഥവത്തായ ഗാനം ക്രൈസ്തവ കൈരളി മാത്രമല്ല, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ചു. മനുജ നീ മറക്കരുതേ മന്നവൻ തന്നുപകാരങ്ങൾ, മന്നവൻ തന്നുപകാരങ്ങൾ, മണ്ണിൽ സുഖ സൗകര്യങ്ങൾ മറഞ്ഞിടും ഞൊടിയിടയിൽ, മണ്ണിൽ സുഖ സൗകര്യങ്ങൾ മറഞ്ഞിടും ഞൊടിയിടയിൽ. തന്റെ തൂലികയിൽ പിറക്കുന്ന വരികൾക്ക് താൻ കൊടുക്കുന്ന അതേ പ്രാധാന്യം സംഗീതത്തിനും താൻ നൽകിയിരുന്നു. നമ്മുടെ രോഗക്കിടക്കയിലെ സൗഖ്യദായകനും നമ്മുടെ പാപസംഹാരകനുമായ ആരാധ്യനായ ആരിലും ഉന്നതനായ ദൈവത്തെ ആയുസ് മുഴുവനും ദൈവമക്കൾ ഇന്നും പാടി ആരാധിക്കുന്നു.
1966, 67 കാലങ്ങളിൽ മലയാള ചലച്ചിത്ര രംഗത്തെ പ്രശസ്ത സംഗീത സംവിധായകന്മാരായ ജോൺസൺ മാസ്റ്ററോടും ഔസേപ്പച്ചനോടും ഒരുമിച്ച് തൃശൂർ ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് സെന്റർ തനിക്ക് രൂപീകരിക്കുവാനിടയായി. പിന്നീട് ടാർജറ്റ് 80 എന്ന പേരിൽ ആ പ്രവർത്തനം സജീവമാക്കി. തുടർന്ന് 1980 ക്യാമ്പസ് ക്രൂസേഡിന്റെ സംഗീത വിഭാഗമായ ഹാർട്ട് ബീറ്റ്സ് എന്ന ക്രിസ്തീയ സംഗീത വിഭാഗത്തിന് തനിക്ക് തുടക്കം കുറിക്കുവാൻ ദൈവം സഹായിച്ചു. ഏകദേശം 85 ലിസ്റ്റ് പേര് വന്നായിരുന്നു. ആ പേരിൽ സെലക്ട് ചെയ്താണ് ഹാർട്ട് ബീറ്റ്സ് എന്നുള്ളതായിരുന്നു വന്നത്. അങ്ങനെ ഹാർട്ട് ബീറ്റ്സ് ടീം അന്ന് ഞാൻ ഫോം ചെയ്തു. പിന്നെ വയലിൻ ഇൻസ്ട്രുമെൻറ്റുകാരെ സെലക്ട് ചെയ്തു. അവർക്കും ട്രെയിനിങ് ഉണ്ട്. അവരെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ട്രെയിനിങ് കൊടുത്തതിന് ശേഷം എടുക്കത്തുള്ളൂ നമ്മളൊരു. പിന്നെ പാട്ടുകളിനെ ഞാൻ ഇതിലായി. 1992 വരെ ഹാർട്ട് ബീറ്റ്സിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി. തുടക്കം മുതലേ ഹാർട്ട് ബീറ്റ്സിന്റെ പ്രവർത്തനങ്ങൾ വിശ്വാസി അവിശ്വാസി വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്വാധീനിച്ചു. ഹാർട്ട് ബീറ്റ്സ് ടീമിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മാത്രമായി ഒതുങ്ങിക്കൂടാതെ ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിലും കടന്നു പോകുവാൻ ദൈവം തങ്ങളെ ഇടയാക്കി. 2015 ഡിസംബർ മാസം 11 കുവൈറ്റിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് ചർച്ച് IPC PCK സഭയുടെ പുത്രിക സംഘടനയായ PYPയുടെ നേതൃത്വത്തിൽ അബ്ബാസിയ മറീന മാളിൽ വെച്ച് നടന്ന ആത്മീക ഗാന സന്ധ്യ ഇന്നും PCK സഭയുടെ മറക്കാത്ത ഓർമ്മകളിൽ സൂക്ഷിക്കുന്നു. കുവൈറ്റ് പ്രവാസികളിൽ സഭാ വ്യത്യാസങ്ങളോ ജാതിമത വ്യത്യാസങ്ങളോ ഇല്ലാതെ 1200-ലധികം പേർ മറീന മാളിൽ തടിച്ചുകൂടി. മുൻ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ MA തോമസിന്റെ ദൈവവചന ശുശ്രൂഷ കടന്നുവന്ന എല്ലാവർക്കും അനുഗ്രഹമായി. യേശു സാമി നല്ലവര്, എല്ലോർക്കും രക്ഷകര്. യേശു സാമി നല്ലവര്, எல்லோருக்கும் ரட்சகரு. பாவம் யாவும் மன்னித்தாரு, பாவம் யாவும் மன்னித்தாரு. அம்மா சாபங்கள் எல்லாம் நீக்கிட்டாரு, அம்மா சாபங்கள் எல்லாம் நீக்கிட்டாரு. 1983 ഡിസംബർ മാസം 8 ബാംഗ്ലൂർ റേഡിയോ ഉദ്യോഗസ്ഥയായിരുന്ന സിസ്റ്റർ ബീനയെ തന്റെ ജീവിത സഖിയാക്കി. തന്റെ വിവാഹ റിസപ്ഷനിൽ ഒന്നുമില്ലാതിരുന്ന തന്റെ ഇന്നലകളെ ഓർത്ത് ഹൃദയത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ തന്റെ ഉള്ളിൽ ദൈവം നൽകിയ ആ മനോഹര വരികൾ ഇന്നും ആരാധനാ ഹാളുകളിൽ ഇരു കൈകളും ഉയർത്താതെ കണ്ണുകൾ നനയാതെ ആർക്കും പാടുവാൻ കഴിയുകയില്ല. ആത്മീക സംഗീത ലോകത്തിലെ വിശ്രമമില്ലാതെയുള്ള 74 വർഷത്തെ ഓട്ടത്തിന് 2023 മെയ് മാസം 15 വിരാമം കുറിച്ചു. തനിക്ക് ദൈവം നൽകിയ എല്ലാ താലന്തുകളും ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ താൻ നിറവേറ്റി. അങ്ങനെ ഭക്തി സംഗീതത്തിന്റെ അമരക്കാരൻ വിട പറഞ്ഞു. ദുഃഖവും കഷ്ടതയും വേദനകളുമില്ലാത്ത അക്കരെ നാട്ടിൽ പ്രവേശിച്ചുവെങ്കിലും ദൈവാത്മാവിന്റെ നിറവിൽ താൻ എഴുതി വെച്ചതുപോലെ കോടാക്കോടിരൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി തന്റെ പ്രിയമക്കളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വീണ്ടും വരും. സൈന്യവുമാ മേഘാരൂഢനായി വരുന്നു
അതിൻ്റെ ലക്ഷണങ്ങൾ നാം ദൈവവചന അടിസ്ഥാനത്തിൽ അനുദിനവും ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ആ വരവിനായി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കും.